അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ബാബു, തൃശ്ശൂർ പാവട്ടി അടങ്ങാണ്. എനിക്ക് ഒരു 1.5 വർഷം തൊട്ട് നെഞ്ചുവേദനയും ശ്വാസമുട്ടും പിന്നെ ഒരു തളർച്ച പോലെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. അത് കൂടി വന്നിട്ട് ഒരു ദിവസം ഈ കൊല്ലം ജനുവരി തൊട്ട് കുറച്ച് കൂടി തുടങ്ങി. അങ്ങനെ ഫെബ്രുവരി 7-ാം ദിവസം ഞാൻ കരൂർ ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്ത് എല്ലാ ബുധനാഴ്ചയും ഇവിടെ നിന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങണമെങ്കിൽ നേരത്തെ അവിടെ നിന്ന് പുറപ്പെടണം. അപ്പോൾ എനിക്ക് തീരെ നടക്കാൻ പറ്റാത്തൊരവസ്ഥ, പോകണോ വേണ്ടെന്ന് ഒരു വലിയൊരു പേടി ഉണ്ടായിരുന്നു. പോയി എവിടെ തലകറ്റി വീണാൽ പിന്നെ നമ്മൾ നോക്കാൻ ആരും ഉണ്ടാവില്ല. അതുപോലെ അവസ്ഥയാണ്. ഞാൻ ചിന്തിച്ചിട്ട് മാനേജർ പെർമിഷൻ തന്നു, 2 hours ബിഫോർ പൊക്കമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവിടെ നിന്ന് വേറെ വാഹനമില്ല, അവർ വിട്ടാലും പോകാൻ പറ്റില്ല. അവർ വാഹനത്തിൽ കയറി ബസ് സ്റ്റാൻഡിൽ വിട്ടു. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒട്ടൻചത്രത്തിന് 1 മണിക്കൂർ യാത്രയുണ്ട്. 4:15 ബസ് കയറി 5:15 നിന്ന് അവിടെ നിന്ന് 5:15 ട്രെയിനുണ്ട്. ആ ട്രെയിൻ പിടിച്ചാലും ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് ഇവിടെ വരാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നടന്നപ്പോൾ വേദനയുണ്ട്. കുറച്ചുകൂടി നടന്നു നോക്കാൻ പറഞ്ഞപ്പോൾ കൂടുതലായി അവിടെ നിന്ന് പോയി. ഞാൻ എന്താ ചെയ്യേണ്ടത്? പുറകോട്ട് പോകണോ മുന്നോട്ട് പോകണ പോലെ ഓട്ടോ വിളിച്ചവനെ മാക്സിമം 70-80 രൂപ ചോദിക്കും. കുറച്ച് വഴിയുള്ളൂ, 10 മിനിറ്റ് നടക്കാനുള്ള വഴിയുള്ളൂ. എന്തായാലും ധൈര്യം ചെയ്ത് ഞാൻ മുന്നോട്ട് നടന്നു വന്നു. സ്റ്റേഷനെത്തിയിട്ട് അവിടെ നിന്ന് നോക്കിയപ്പോൾ 2nd പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വരണേ. വീണ്ടും പാലം കയറി ഒക്കെ നടക്കുമ്പോഴൊക്കെ വേദനയാണ്. എവിടെ വീടെന്ന് അറിയില്ല. നല്ല വേദന ഉണ്ടായിരുന്നു. ആരോടും പറയാൻ പറ്റാത്ത അവസരം. നമുക്ക് പരിചയമുള്ള ആലോചില്ല. ഒട്ടൻചത്ര നമുക്ക് അധികം പരിചയമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് ട്രെയിൻ 8:15 പാലക്കാട് ടൗൺ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഓട്ടോ പിടിച്ചു. ഓട്ടോയിൽ വരുന്ന സമയത്ത് നല്ല വേദന, ഓട്ടോ ചാടുമ്പോൾ ഒക്കെ നല്ല വേദന. ഞാൻ വിചാരിച്ചു ഇനി അച്ഛനെ കുറച്ച് ബുദ്ധിമുട്ടാക്കാനുള്ള പോലെ ഞാൻ തോന്നുന്നുണ്ട് എനിക്ക്. ഒക്കെ അങ്ങനെ നല്ലൊരു ഇതായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ടായിരുന്നു. 8:30 നല്ല സ്തുതിപ്പും അതായിരുന്നു. ഡെലിവറൻസ് പ്രാർത്ഥനയായിരുന്നു. സാധാരണ ആ സമയത്ത് പ്രാർത്ഥന കഴിയാറുണ്ട്. അന്നെന്താ കറണ്ട് പോയിട്ട് ഡെലിവറൻസ് പ്രാർത്ഥന തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കുറച്ച് നേരം ഡോറിനോടെ നിന്നു. കുറച്ച് ആശ്വാസമായി. പിന്നെ ഞാൻ പോയി ഫ്രഷായിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോഴേക്കും പ്രാർത്ഥന കഴിഞ്ഞു. അച്ഛൻ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അച്ഛനോടൊന്നും പറയാൻ പോയില്ല. അന്ന് രാത്രി മുഴുവൻ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അത്രയും ക്ഷീണമുള്ള സമയത്ത് രാത്രി ഇരുന്ന് ഉറക്കൊഴിച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല. കർത്താവ് ഇടപെട്ട പോലെ ഉണ്ട്. രാവിലെ എണീക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ പുലർച്ചെ 4:15 എണീച്ചിട്ട് ഓട്ടോ പിടിച്ച് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ട്രെയിൻ കയറി അവിടെ നിന്ന് അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു 10 മിനിറ്റ് ഞാൻ അവിടെ നടന്നു. കുറച്ചുകൂടി സ്പീഡോടെ നടന്നു. ഒന്നും ഉണ്ടായില്ല. പൂരം മാറി. അപ്പോൾ എനിക്കൊരു സംശയം, പിന്നെ വരൂ പിന്നെ ഓരോ ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നെ അത് മനസ്സിലായി. 1.5 കൊല്ലം മുന്നേ ഞാൻ സെക്കൻഡ് ഡോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം ഒന്നുള്ള വേദനയാണ്. അപ്പോൾ അച്ഛൻ ഒരിക്കലും പ്രാർത്ഥനയിൽ ചേട്ടൻ ഇങ്ങനെ എടുത്തുന്ന ചേട്ടൻ ഒരു വാക്ക് പറയാറുണ്ടെന്ന് പറഞ്ഞു. അത് ഇട്ട് പോയി. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പിന്നെ ഒരിക്കലും ഇല്ല. 4 മാസം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 മാസമായി ഒരിക്കലും ആ വേദന വന്നിട്ടില്ല. യേശു സ്തോത്രം, യേശു സ്തുതി.